അപ്പോൾ ഈ സംഘത്തിൽപ്പെട്ട ആളുകളെ കസ്റ്റഡിയിലെടുത്തു. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു, മറ്റൊരാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നു. ഇപ്പോൾ ഈ കുർവാ സംഘത്തിലേത് എന്ന് കരുതുന്ന രക്ഷപ്പെട്ടയാളുടെ ചിത്രമാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം സന്തോഷ് സെൽവം എന്നാണ് പേര്. നഗ്നനായി ചാടിപ്പോയി കസ്റ്റഡിയിൽ നിന്നെന്നാണ് പോലീസ് പറയുന്നത്. ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ എത്തി ഇത്തരത്തിൽ പോലീസിനെ തടയുകയായിരുന്നു. അതിനിടയിലാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് പോലീസിന്റെ തെരച്ചിൽ ഈ രാത്രിയും തുടരുകയാണ്. ഇക്കാര്യത്തിൽ മനീഷ് മഹിബാൽ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. മനീഷ്, അപ്പോൾ ഈ രണ്ടുപേരിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട്, ഒരാൾ ചാടിപ്പോയിരിക്കുന്നു. പോലീസ് ആ മോഷണവുമായി ഇവർക്കുള്ള ബന്ധം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മനീഷ്, ഉന്മേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക 7-അംഗ സ്ക്വാഡ് കൊച്ചിയിലെത്തി പരിശോധന നടത്തി. ഇന്ന് വൈകിട്ട് 7:45 കുണ്ടന്നൂരിൽ വെച്ച് പ്രതികൾ രണ്ടുപേരിൽ ഒരാൾ രക്ഷപ്പെട്ടു പോയത്. ഈ പ്രതികൾ രണ്ടുപേരെയും ഒരുമിച്ചാണോ കസ്റ്റഡിയിൽ എടുത്തത്, രണ്ടായിട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്താണെങ്കിലും നിലവിൽ കസ്റ്റഡിയിൽ ഒരു പ്രതി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. മണികണ്ഠൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ കുറുവ സംഘത്തിൽപ്പെട്ടയാളാണ്. ഈ മോഷണ സംഭവങ്ങളുമായി നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ബന്ധമുള്ള തമിഴ്നാട് സ്വദേശി. ഒപ്പം തന്നെ നിലവിൽ രക്ഷപ്പെട്ടത് സന്തോഷ് സെൽവമാണ്. അവിടെ വെച്ച്, അതായത് കുണ്ടന്നൂർ പാലത്തിന് സമീപത്ത് വെച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്താണ് ഇയാളുടെ കൂടെയുള്ള സംഘാംഗങ്ങൾ, ഇയാളുടെ കുടുംബാംഗങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ പോലീസിന്റെ പക്കൽ വനിതാ പോലീസ് ഇല്ലായിരുന്നു. പോലീസിനെ കയ്യേറ്റം ചെയ്യുമ്പോൾ പോലീസിന് ഒരു പരിധിക്കപ്പുറം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിധി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇയാൾ രക്ഷപ്പെട്ട് ഓടിപ്പോയത് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ഡിവൈഎസ്പി അടക്കം പങ്കുവെക്കുന്നത്. ഇയാൾ അർത്ഥനഗ്നനായിരുന്നു എന്ന വിവരം കൂടി 7:30, ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. അവിടെ സ്കൂബ ടീം അടക്കമുള്ള സംഘം അവിടെ പരിശോധന നടക്കുന്നുണ്ട്. ഇയാൾ കായലിലേക്കടക്കം ചാടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും ഗുരുതരമായ വിഷയമാണ്. കാരണം പോലീസിന്റെ കസ്റ്റഡിയിലെടുത്തൊരു പ്രതി ചാടി പോകുമ്പോൾ അതിന് ഉത്തരവാദിത്വം ചുമതല പോലീസിനുണ്ട്. പ്രത്യേകിച്ചും ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡിന്റെ പോലീസാണ്. ആലപ്പുഴ മണ്ണഞ്ചേരി CI, പുന്നപ്ര CI അടക്കമുള്ള ആലപ്പുഴ DYSP MR മധുബാബു അടക്കമുള്ള 7-അംഗ സംഘത്തിന്റെ തിരച്ചിലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിച്ചത്. ഇവർക്ക് ഇന്ന് ഏറ്റവും നിർണായകമായ വിവരം ലഭിച്ചിരുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് പുന്നപ്രയിൽ നടന്ന മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു വ്യക്തി ട്രെയിൻ മാർഗം എറണാകുളത്തേക്ക് എത്തി എന്ന വിവരം ഇവർക്ക് ലഭിച്ചിരുന്നു. അവിടെ ഇയാളുടെ ബന്ധുക്കളുണ്ട്. അവിടെയാണ് 2 ദിവസങ്ങൾക്ക് ശേഷം മുമ്പ് ഇയാൾ പോയത് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഇയാളെ പറ്റിയുള്ള സൂചനകൾ ലഭിച്ചത് ആലപ്പുഴയിൽ തന്നെയുള്ള നേരത്തെ കുറുവാ സംഘവുമായി ബന്ധമുള്ള മറ്റൊരാളുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ പല വിവരങ്ങളും പോലീസ് വളരെ അതീവ രഹസ്യമായി വെച്ചു. ഇന്ന് ജില്ലാ പോലീസ് മേധാവിയോടും ഒപ്പം തന്നെ ആലപ്പുഴ DYSPയോടും മറ്റു വിവരങ്ങൾ തേടിയപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ തന്നെ ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ വളരെ രഹസ്യമായി വെച്ചു. അതുകൊണ്ട് നേരത്തെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു ഇതൊരു കാടടച്ചു പിടിച്ചുള്ള അല്ലെങ്കിൽ ഏറ്റവും ധൃതി പിടിച്ചുള്ള തിടുക്കത്തിലൊരു അന്വേഷണം. പോലീസ് ഇപ്പോൾ ഊർജിതമായി ഇടപെടുന്നുണ്ട്. അതിനിടയിലാണ് ഒരാൾ രക്ഷപ്പെട്ടത്. ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് രക്ഷപ്പെട്ട ആളുടെ ചിത്രമായിരുന്നു. സന്തോഷ് സെൽവം എന്ന ആളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ വെച്ചാണ് കൈവിലങ്ങുമായി ചാടിപ്പോയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ തെരച്ചിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന സന്തോഷ് സെൽവമാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന. രാത്രിയും തിരച്ചിൽ തുടരും എന്ന് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.